ജസ്റ്റ് ഒരു പഞ്ച് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ വരുത്തും എന്ന് മിക്കവാറും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. എക്സ്റ്റീരിയറിൽ നമുക്ക് ടെയിൽ ലാംപ്സിലെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഫുള്ളി LED ആക്കിയിട്ടുണ്ട്, കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ 16 ഇഞ്ച് അലോയ് വീൽസിന്റെ ഡിസൈൻ അവരിപ്പോൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ LED ഹെഡ് ലാംപ്സ്, DRLസിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, LED ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അകത്തേക്ക് വരികയാണെങ്കിലും ഒരു കുഴപ്പമില്ല, ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. 10.25 ഇഞ്ചസ് ഇൻഫോർടൈൻ സിസ്റ്റം, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്, 7 ഇഞ്ചസിന്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്, 2 സ്പോക്ക് സ്റ്റിയറിംഗ്, ടച്ച് ബേസ്ഡ് AC കൺട്രോൾസ്. ഇതിനൊക്കെ പുറമെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, ഓട്ടോ ഡിമിംഗ് IRVMs, പിന്നെ സീറ്റ്സിൻ്റെ ഒരു താഴെ ചെറിയൊരു തൈ സപ്പോർട്ടിൻ്റെ എക്സ്റ്റൻഷൻ കണ്ടില്ലേ. ഇത്രയും സാധനങ്ങളുണ്ട്. സേഫ്റ്റിയിലാണെങ്കിൽ 6 എയർ ബാഗ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ESP, ABS, CBD എല്ലാ സാധനങ്ങളും ഉണ്ട്. 5 സ്റ്റാർ BNCAP റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇനി ആരും ഇതിൽ പവർ ഇല്ല എന്ന് പറയരുതെന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു ടാറ്റ ഇതിൻ്റെ അകത്ത് 1.2 ടർബോ പെട്രോൾ കൊടുത്തിട്ടുണ്ട്. 6 സ്പീഡ് മാനുവലിലൂടെയാണ് വരുന്നത്. അതും നെക്സോണിലുള്ള അതേ ട്യൂണിങ്ങിൽ 120 PS പവറും 170 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് 1.2 NA പെട്രോൾ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലെ CNG ഉണ്ട്. CNGയിൽ അവർ ഓട്ടോമാറ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൈസ് എടുക്കുകയാണെങ്കിൽ ബേസ് മോഡൽ വെറും 10,000 രൂപ മാത്രമേ കൂടിയിട്ടുള്ളൂ. നേരത്തെ 5.49 ആയിരുന്നു, ഇപ്പോൾ 5.59 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ടോപ്പ് എൻഡിന് ഉറപ്പായിട്ടും പ്രൈസ് കൂടും. ഇപ്പോൾ അവർ ജസ്റ്റ് 8.99 കാണിച്ചിട്ടുള്ളൂ. പക്ഷേ CNG ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വന്നിട്ടില്ല, ടർബോ പെട്രോൾ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് എന്തായാലും 10 ലക്ഷത്തിന് മുകളിൽ എക്സ്ഷോറും പോകും. സ്റ്റിൽ വലിയ കുഴപ്പമില്ല, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടല്ലോ.